അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, അങ്ങ് നിരന്തരം നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഈ വയനാട് ദുരിതബാധിതർക്കായി ₹1 പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്ന് നിരന്തരം പറയുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം നിങ്ങൾ പറഞ്ഞു. പക്ഷേ അതിൻ്റെ വളരെ കൃത്യമായ ഒരു കണക്കാണ് ഇപ്പോൾ, ഒരു കത്താണ് നന്ദു ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് വന്ന കത്താണ്. ബാക്കി നന്ദു പറയും. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഫിനാൻസ് സ്റ്റേറ്റ് ഡിവിഷൻ അവരാണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു അദ്ദേഹത്തിന് കൃത്യമായ കാര്യം മനസ്സിലായിട്ടുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ കൊടുത്തിട്ടുള്ള നാഷണൽ ഡിസാസ്റ്ററിന്റെ ഒന്നും അല്ല കേട്ടോ, കാര്യം അറിയാതെ സംസാരിക്കാതെ, അതൊക്കെ വേറെ കാര്യം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. LDFന്റെ പ്രതിനിധികളായി വന്നിരിക്കുന്നവർക്ക് കുറച്ചുകൂടി വേണം. ഏതാണെന്ന് തിരിച്ചറിയാനുള്ള മിനിമം ബോധമെങ്കിലും LDFന്റെ പ്രതിനിധികൾക്ക് LDFന്റെ സർക്കാരിന് ഉണ്ടാവണം. ഇപ്പൊ ഈ കാണിക്കുന്ന വായിച്ചു നോക്ക്. ഒരു കണ്ണടച്ച് തർക്കിക്കാതെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ, ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് കൃത്യമായ തെളിവുണ്ട്. ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു PR തള്ളി ഏജൻസിയുടെ കൊടുത്തിട്ട് നന്ദുവിന് ഇങ്ങനെ പറഞ്ഞാൽ അത് PR തള്ളി കാണിക്കണമെന്ന് പറയാനല്ല. ഞാൻ കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ, ആ രേഖകൾ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങളുടെ സർക്കാർ അയച്ചിട്ടുള്ള കത്തിന് മറുപടിയായി, എന്റെ പൊന്ന് ചേട്ടാ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കി, നിങ്ങളുടെ സർക്കാർ അയച്ച കത്തിന്റെ ഡേറ്റ് അതിനകത്തുണ്ട്. നിങ്ങളുടെ സർക്കാരിന് അയച്ച കത്തിന്റെ നമ്പർ അതിനകത്തുണ്ട്. ആ സർക്കാർ ആവശ്യപ്പെട്ടതിന് പ്രകാരം ഇന്ന പദ്ധതികൾക്കായി ഇത്ര രൂപ കേന്ദ്ര സർക്കാർ സാസ്കി ഫണ്ട് കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതിന്റെ രേഖയാണിത്. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതിൽ കൂടുതൽ എന്ത് വേണം പറയും? അത് അത്രയേ ഉള്ളൂ. അല്ല, നിങ്ങൾ തന്നിട്ടില്ലല്ലോ, തയ്യാറായി തന്നിട്ടില്ല. ചുമ്മാ കണ്ണടച്ചിട്ടാക്കി അല്ലല്ല ഒരു കാര്യം അല്ല, നിങ്ങൾ പറയുന്നത് വെച്ച് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ തന്നിട്ടുണ്ട്? ചേട്ടന് ഈ സർക്കാരിന്റെ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന സമയമല്ല ഈ ചർച്ചയിൽ. പക്ഷേ ചേട്ടൻ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഈ സർക്കാരിന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 529 കോടി രൂപ പ്രകാരം ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് അവർക്ക് വീട് വെച്ച് നൽകാൻ, അവർക്ക് നല്ല റോഡ് ഉണ്ടാക്കാൻ, അവരുടെ തകർന്നുപോയ സ്കൂളുകൾ നല്ല നിലയിൽ പുനഃസ്ഥാപിക്കാൻ, അവർക്ക് കുടിവെള്ള കണക്ഷനുകൾ എത്തിക്കാൻ, അവർക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ വികസനം ഉണ്ടാകാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സാസ്കി ഫണ്ട് പ്രകാരം 526 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ ഈ പറയുന്ന ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് 199 കോടി രൂപയുടെ ആദ്യ ഘട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് തെളിവ് സഹിതം, ഇതിന് ലെറ്ററിലെ നമ്പർ സഹിതം, അയച്ച ഡേറ്റ് സഹിതമാണ് ഞാൻ മറുപടി പറയുന്നത്. അല്ലാതെ നിങ്ങൾ വന്നിരുന്ന് ആടിനെ പട്ടിയാക്കും പോലെ വർത്തമാനം പറഞ്ഞു പോകുമല്ല. കൃത്യമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. കൃത്യമായി. ഇതിന് താങ്കൾക്ക് സംശയം LDF സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന, മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളും ഇത് അംഗീകരിക്കില്ല. കാരണം BJPയെ കുറ്റം പറഞ്ഞാൽ മാത്രമല്ലേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞങ്ങൾ ഔദാര്യമാണെന്ന് പറഞ്ഞോ? അത് പിണറായി വിജയന്റെ മാനസികാവസ്ഥയാണ്. ഇവിടുത്തെ സാധാരണപ്പെട്ട വയനാട്ടുകാരന് ഒരു വീട് വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് താമസിക്കുമ്പോൾ അത് പിണറായി വിജയന്റെ ഔദാര്യമാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ ദാസന്മാരാണ്, അടിമകളാണ്. അല്ലാതെ BJPയുടെ ഒരു നേതാവും, BJPയുടെ ഒരു പ്രവർത്തകരും, BJPയുടെ ഒരു സർക്കാരും ഇവിടുത്തെ സാധാരണക്കാരൻ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അത് ഞങ്ങളുടെ ഔദാര്യമാണെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഇനി ഒരു കാലഘട്ടത്തിലും പറയില്ല. അത് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഭാഗമാണ്. അത് നിങ്ങളുടെ മനസ്ഥിതിയാണ്. അത് LDFന്റെ മനസ്ഥിതിയാണ്. സാധാരണക്കാരൻ അവന്റെ ഇല്ലായ്മകളിൽ കൂട്ടിച്ചേർത്ത പണം, ആ പണം കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുത്തിട്ട് ആ വീട് വെച്ച് കൊടുത്തവനെ അവനെ അധിക്ഷേപിക്കുന്ന, അവന്റെ ഇല്ലായ്മകളെ എടുത്തു കാണിക്കുന്ന നാണം കെട്ട പണി അത് പിണറായി വിജയന്റെ പണിയാണ്. ആ പണി ഞങ്ങളെ നമുക്കതൊന്ന് അവസാനിപ്പിക്കാം. കാരണം ഈ ചർച്ച ഒന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. മറ്റേ 2 അതിഥികൾ കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പോകട്ടെ. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ കാലം അത്രയും സർക്കാർ കെട്ടിപ്പൊക്കിയ ഈ PR ഇമേജ് ഇത് ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഏറ്റവും കൂടുതൽ വയനാട് തന്നെ UDF വലിയ ക്യാമ്പയിനായി കൊണ്ടുവന്ന ഒരു
സംഗതിയാണ്. അങ്ങേക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒപ്പം അല്ല, ഹരിദാസിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. നിലിമ, ഒറ്റ വരിയിൽ ഞാൻ എന്റെ ചർച്ച അവസാനിപ്പിക്കാം. ഈ തുറന്നു പറച്ചിലുകളുടെ ഒരു തുടർക്കഥയായി തന്നെ തുടരുമെന്ന് വളരെ ഉത്തരവാദിത്വബോധത്തോട് പറയണം. ഞാൻ പല മുതിർന്ന സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരും വരും ദിവസങ്ങളിൽ പലതും കേരളത്തിലെ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ അഴിമതിയുടെ കഥകൾ പറയുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് കൂടി ഈ ഘട്ടത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ശ്രീ എം കെ ഹരിദാസ്, അങ്ങ് ബി അശോക് പറഞ്ഞ രീതിയോട് അങ്ങ് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ ബി അശോക് തുറന്നു പറഞ്ഞ കാര്യങ്ങളോട്, വസ്തുതകളോട് എന്തായാലും കണ്ണടക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും ഞാൻ ഭയങ്കര വിയോജിപ്പൊന്നുമല്ല. അതൊരു കീഴ്വഴക്കം, എല്ലാ ഉദ്യോഗസ്ഥരും പാലിച്ചിരിക്കേണ്ടതായ ഒരു കീഴ്വഴക്കം അദ്ദേഹം പാലിച്ചില്ല. പക്ഷെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ള സംഗതികള് വരുംകാലം ശ്രീ അസ്കർ പറഞ്ഞതുപോലെ തന്നെ 10 വർഷത്തെ കിരാത ഭരണത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള അഴിമതി കഥകൾ പലതും ഇനിയും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വായയിലൂടെ നമുക്കറിയാൻ കഴിയുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ല. കാരണം അഴിമതി എന്ന മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോ ശ്രീ അശോകും അതുമാതിരി തന്നെ നമ്മുടെ ബിജു ഭാസ്കറൊക്കെ തൊട്ടിരിക്കുന്നത്. ഇത്തരം ഉദ്യോഗസ്ഥർ, റിട്ടയർ ആയി കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥരായാലും ഇനി സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരായും വിളിച്ചു പറയാൻ തുടങ്ങിയാൽ പലതും വിളിച്ചു പറയാനുള്ള അത്ര ചെയ്യരുതാത്ത കാര്യങ്ങൾ ഈ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് റിട്ടയറായ IAS ഉദ്യോഗസ്ഥരുടെ ഒരു ലോബി തന്നെ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ട് തുടർഭരണം കൈക്കലാക്കാനും ഇത്തരം അഴിമതിക്ക് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കേണ്ട ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ, റിട്ടയർഡ് ഉദ്യോഗസ്ഥരുടെ ഒരു വൃന്ദത്തെ പിണറായി വിജയൻ സൃഷ്ടിച്ചു എന്നുള്ള നമ്മുടെ ബി അശോകന്റെ വിളിച്ചു പറയലില്ലേ, അത് നമ്മൾ അങ്ങേയറ്റം ഭീതിയോടുകൂടി കാണണം. കാരണം PR ഏജൻസികൾക്ക് കൊടുത്തിരിക്കുന്നത് 356 കോടി രൂപയാണ്. അതിനു പുറമെയാണ് ഈ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥരെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഓരോരുത്തർക്കും 2.5-3 ലക്ഷം രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് ഖജനാവ് കാലിയാക്കത്തക്ക തോതിലുള്ളൊരു ഒരു അവസ്ഥ സൃഷ്ടിച്ച പിണറായി വിജയൻ ഇതിന് തീർച്ചയായും മറുപടി പറയേണ്ടി. കിഫ്ബിയുടെ പേരിൽ ലോൺ എടുത്ത, വേൾഡ് ബാങ്കിൽ നിന്നടക്കം ലോൺ എടുത്ത, കടമെടുത്ത പൈസ കൊണ്ടും എങ്ങനെ കട്ടുമുടിക്കാം എന്നുള്ള വലിയ ഗവേഷണമാണ് നടന്നത്. ഈ സർക്കാരിന്റെ അവകാശവാദങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ്. ഡോക്ടർ ബി അശോക് പറഞ്ഞതായാലും ബിജു പ്രഭാകർ പറഞ്ഞതായാലും അവിടെ നടക്കുന്ന കള്ളത്തരത്തിന്റെ ഒരംശം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ, ഒട്ടേറെ വ്യക്തികൾ വെളിപ്പെടുത്തും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്.